2 ദിവസം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഒരു ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം കുറെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെ നോക്കി, നല്ല ഒരാളെയും കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടിയവരെ തന്നെ വളരെയധികം സ്കില്ലില്ലാത്ത അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ലാത്ത ആളുകൾ. ജസ്റ്റ് എന്താ അറിയാം, കുറച്ച് പോസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ആഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് മാത്രം. പക്ഷേ നമ്മൾ മെറ്റയിലൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ കസ്റ്റം ഓഡിയൻസ്, ലുക്കലൈക്ക് ഓഡിയൻസ്, ഇതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കസ്റ്റം ഓഡിയൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, അതായത് നമ്മൾ പറയുന്നത് എന്താണ്, ഇതുപോലുള്ള ഓഡിയൻസിനെ നമുക്ക് തായോ എന്നാണ് ഫേസ്ബുക്കിനോട് പറയുന്നത്. ഓൾറെഡി ഇപ്പൊ നമ്മുടെ അടുത്ത് കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ആ ഒരു പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ ആ പർച്ചേസിന്റെ വാല്യൂ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാവും. അതെല്ലാം കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സേപ്പിയർ, പാബ്ലി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ഇ കൊമേഴ്സ് സ്റ്റോറിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പർച്ചേസ് നടക്കുകയാണെങ്കിൽ, ഇനി അതല്ല ലാൻഡിംഗ് പേജിലോ അല്ലെങ്കിൽ അതുപോലെ ടൂൾസിലൊക്കെ നമുക്ക് കോൺടാക്റ്റുകൾ അല്ലെങ്കിൽ ലീഡ്സിൽ കിട്ടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കസ്റ്റം ഓഡിയൻസിലേക്ക് അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പറഞ്ഞത് സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണോ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ആളാണെങ്കിലും മാക്സിമം നിങ്ങൾ അപ്സ്കിൽ ചെയ്യാം, പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയെ കുറിച്ച് നിങ്ങൾ ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് വേസ്റ്റ് അല്ല. കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ ഓട്ടോമേഷൻ, വാട്സപ്പ് ഓട്ടോമേഷൻ, AI, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട സ്കില്ലാണ്. പ്രത്യേകിച്ച് ഇപ്പൊ എന്താണ്, നിങ്ങൾക്കൊരു ക്യാൻവയില് പോസ്റ്റർ ഉണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് വീഡിയോ ഇതാക്കി അല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാന്ന് മാത്രമല്ല, സ്ട്രാറ്റജിക്കലി അതുപോലെ ഓട്ടോമേഷൻ ബേസ്ഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് ഓട്ടോമേഷൻ, അതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഒരു കമ്പനിക്ക്, ഏത് കമ്പനിക്കാണെങ്കിലും ഏത് ബിസിനസ് ബ്രാൻഡിനാണെങ്കിലും നമുക്ക് എന്താണ്, ലീഡ് വരുന്ന സമയത്ത് റിപ്ലൈ കൊടുത്തിരിക്കണം. അതിന് ഡിലേ വരുത്താൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സെയിൽ കൺവേർഷൻ നടക്കൂല. അവിടെ എന്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ലീഡ് വരുന്ന സമയത്ത് തന്നെ വാട്സപ്പിലൂടെ അതിലുള്ള റിപ്ലൈ കൊടുക്കുക, അതിന് അവിടെ ലീഡിനെ ക്വാളിഫൈ ചെയ്യുക, നർച്ചർ ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒരു എവിടുന്നെങ്കിലും ഏറ്റവും ലോ പ്രൈസിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ബിസിനസ് ഓണർ ആണെങ്കിലും, നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിലും, ഫ്രീലാൻസർ ആണെങ്കിലും, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണോ, പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.